ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീക്ക്ലി വ്ളോഗ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊച്ചുബേബിയുടെ ആനുവൽ ഡേ പ്രാക്ടീസിലൊക്കെയാണ് നമ്മളുടെ വീക്ക്ലി വ്ളോഗ് സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ യെസ്, ദ മച്ച് അവൈറ്റഡ് ഡേ കൊച്ചുബേബിയുടെ ആനുവൽ ഡേ ആണെന്ന്. ഡാൻസ് കളിക്കോ ഇല്ലയോ എന്നുള്ള വെപ്രാളത്തിലാണ് ഞാൻ. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്തായിരുന്നു അറിയാമോ? കൊച്ചുബേബി സ്റ്റേജിൽ നിന്ന് കരഞ്ഞു കളയോ എന്നുള്ളതായിരുന്നു കേട്ടോ. പരിചയമില്ലാത്ത ഇപ്പം സ്കൂളിൽ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ആ ആംബിയൻസ് പരിചയമുണ്ട്. ഇത് ടാഗോർ തിയേറ്ററിൽ വെച്ചാണ് നടക്കുന്നത്. എനിക്ക് ഒരുപാട് കൺസേൺ ഉണ്ടായിരുന്നു. ഒന്ന്, ഈ ഡ്രസ്സിൻ്റെ സീക്വൻസ് ഇറിറ്റേഷൻ ഉണ്ടാക്കുമോ, അത് ഇടുമ്പോൾ കരയുമോ, ഇങ്ങനെയൊക്കെ ഉള്ളത്. പക്ഷേ ഇതൊക്കെ എന്തോ ഭാഗ്യം കൊണ്ട് തട്ടി മുട്ടി അങ്ങ് പോയി കേട്ടോ. ഡ്രസ്സ് ഇട്ടപ്പോഴൊന്നും ചെറുതായിട്ട് ഇങ്ങനെ പറഞ്ഞു, കൈ കുത്തുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു. പക്ഷെ പിന്നെ അത് അത്ര വലിയ മൈൻഡൊന്നും ആക്കിയില്ല. ഞാൻ വെച്ച് ഓക്കെ, ഡ്രസ്സ് വലിയ സീൻ ഇല്ലാതെ പോവും എന്ന് മനസ്സിലാക്കിയേ. പിന്നെ എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ ഇത് തന്നെയായിരുന്നു. സ്റ്റേജിൽ കരഞ്ഞു കളയോ, ഞങ്ങളെ കാണണം എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഇത്രയും ലൈറ്റ്സും ആൾക്കാരൊക്കെ കാണുമ്പോൾ പേടിച്ച് നിന്ന് കളയോ, ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലെ തോട്ട്സ് കേട്ടോ. എന്താണ് സംഭവിച്ചതെന്നുള്ളത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാവും, കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടോ കൊച്ചേബിയെ? ഞാൻ ആക്ച്വലി വീട്ടിൽ നിന്ന് കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്ത് കണ്ണൊക്കെ എഴുതി ഐ ഷാഡോ ഒക്കെ ഇട്ട് കൊടുത്താണ് കൊണ്ടുപോയത്. അവിടെ പോയി അവിടെ മേക്കപ്പ് ചെയ്യും എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് കഷ്ടപ്പെട്ട് ഒരുക്കിയൊക്കെ കൊണ്ടുപോയത്. ആക്ച്വലി അതിനൊന്നും ആവശ്യമില്ലായിരുന്നു. അവിടെ എല്ലാം സെറ്റായിരുന്നു. നമ്മൾ ജസ്റ്റ് ഡ്രസ്സ് ഇടിപ്പിച്ച് കൊണ്ടുപോയാൽ മാത്രം മതിയായിരുന്നു. ഹെയർ സ്റ്റൈലും മേക്കപ്പ് ഒക്കെ അവർ ചെയ്തോളുമായിരുന്നു കേട്ടോ. എന്തായാലും ഞാൻ ഈ ഇട്ടിരിക്കുന്ന സൽവാർ ഉണ്ടല്ലോ, എനിക്ക് വിദ്യ ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമില്ലേ, ഒരു ലാവൻഡർ സൽവാർ സൂട്ട്, നല്ല രസമുണ്ട്. എനിക്കതിൻ്റെ വീഡിയോ എനിക്ക് കഴിഞ്ഞ വീക്ക്ലി വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. വിദ്യ വന്ന് ഗിഫ്റ്റ് തന്നപ്പോൾ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്ക് അന്നേ ഞാൻ പ്ലാൻ ചെയ്തു കൊച്ചുബേബിയുടെ ആനുവൽ ഡേക്ക് ഞാനിത് ഇടും എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഷൂട്ട് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ പൊടിക്കുട്ടി ഡാൻസ് കളിക്കുന്ന കാണാൻ കുടുംബത്തോടെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് കേട്ടോ. അർജുൻ ചേട്ടൻ, ഞാൻ, ആശമ്മ, അനു, പിന്നെ അരുൺ ചേട്ടൻ, വിദ്യ, നാദു, എല്ലാവരും കൂടെ ഒരു പടയായിട്ട് പോയിരിക്കുവാണ് ഡാൻസ് കളിക്കുന്ന കാണാൻ. അപ്പോൾ യെസ്, ടാഗോ തിയേറ്ററിൽ വെച്ചിട്ടായിരുന്നു ഇവരുടെ ആനുവൽ ഡേ. അവിടെ എത്തിയപ്പം ആൾ കുറച്ചിങ്ങനെ അമ്മയൊട്ടിയെ പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് പിന്നെയും ടെൻഷനായോ, എടുത്തോണ്ട് പോകുമ്പോൾ എനിക്ക് കരയോ എന്നൊക്കെ ഉള്ളത് കേട്ടോ. കൊച്ചേബിയുടെ ഫേവറേറ്റ് അശ്വതി ടീച്ചറാണ് വന്നെടുത്തത്. ആദ്യം പോകാൻ ഇച്ചിരി മടി കാണിച്ചെങ്കിലും പിന്നെ ഞാൻ ചോക്ലേറ്റ് ഒക്കെ തരാമെന്ന് പറഞ്ഞ് ബ്രൈബ് ചെയ്ത് സെറ്റാക്കി വിട്ടു കേട്ടോ. എന്തായാലും ഈ ഒരു കാഴ്ചയോടെ എൻ്റെ സർവത്ര പ്രതീക്ഷയും നശിച്ചു കേട്ടോ. ഞാൻ വിചാരിച്ചു ഉറപ്പ് ബാക്ക് സ്റ്റേജിലും കരഞ്ഞെന്നാലെ വിളിച്ച്, സ്റ്റേജിലും കരഞ്ഞെന്നാലെ വിളിച്ച് കുളമാക്കുമെന്ന് തന്നെ ഞാൻ മനസ്സുകൊണ്ട് ഉറപ്പിച്ചു. പിന്നെയും പ്രതീക്ഷ കൈവിടാതെ ഒരു സീറ്റ് തപ്പി നടക്കായിരുന്നു കേട്ടോ. ഫുള്ളായി അപ്പോഴത്തേക്കും തന്നെ കേട്ടോ. എങ്ങനെയോ ഒരു ഏറ്റവും ബാക്കിൽ ഒരു സീറ്റ് കണ്ടുപിടിച്ചു. എന്തായാലും കൊച്ചു ബേബിക്ക് ഞങ്ങൾ ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല, കാരണം ഞങ്ങൾ നല്ല ബാക്കിലാണ് ഇരുന്നത്. എൻ്റെ ആ പ്രതീക്ഷയും പോയി, ചിയർ ചെയ്യാമെന്നുള്ള ആ ഒരു പ്രതീക്ഷയും കൂടെ പോയി. ഞങ്ങൾ വന്നതിന് ശേഷമാണ് അരുൺ ചേട്ടനും വിദ്യയും നാദും ജോയിൻ ചെയ്തത്. സ്റ്റേജ് സെറ്റപ്പ് ഒക്കെ ഭയങ്കര ഗ്രാൻഡ് ആയിരുന്നു കേട്ടോ. എൻ്റെ സ്കൂളിലൊന്നും ഇത്രയും ഇങ്ങനത്തെ സെറ്റപ്പിലൊന്നും ഒരു ആനുവൽ ഡേയോ സ്കൂൾ ഡേ ഒന്നും നടത്തി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇത് ഫസ്റ്റ് ടൈം എൻ്റെ മോളുടെ ആണ് ഞാൻ ഇങ്ങനെ കാണുന്നത്. അതൊരു അവാർഡ് ഷോ പോലെയൊക്കെ അത്രയും വലിയ സെറ്റപ്പിൽ കുട്ടികളൊക്കെ വന്ന് തകർത്ത് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കിഡിലം 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 പെർഫോമൻസ് ആയിരുന്നു. ഓരോ കുട്ടി പിള്ളേരൊക്കെ വന്ന് സ്റ്റേജിൽ കാഴ്ച വെച്ചിട്ട് പോകുന്നത്. ഓരോ ഡാൻസും ക്യൂട്ടായിരുന്നു. നമ്മൾ പിള്ളേരെ ഡാൻസ് പഠിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ഇവരുടെ എഫേർട്ട് എന്തുമാത്രം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. കൊച്ചു കുട്ടികളെ പിടിച്ച് നിർത്തി ഒരു സാധനം ചെയ്യിപ്പിക്കുന്നത് എൻ്റെ അമ്മോ മഹാ ടാസ്ക് ആണത്. അങ്ങനെ കാത്തിരുന്ന് ദ ബീറ്റ് ബ്ലാസ്റ്റേഴ്സ് ഓഫ് NX10 റെഡി ആയിരിക്കുകയാണേ. സുദർശന, അർജുൻ, ശേഖർ, ചിയറിംഗ് ഒക്കെ ഗംഭീരമായിരുന്നു. പക്ഷെ ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. സുദർശന LED വോള് നോക്കി അമ്പരന്ന് അങ്ങോട്ട് നോക്കി നിൽക്കുകയായിരുന്നു. ഞങ്ങൾ നിന്ന് ഒരുപാട് പ്രാവശ്യം പേര് വിളിച്ച് ഇങ്ങോട്ട് തിരിയാൻ പറഞ്ഞു നോക്കി, നടന്നില്ല. മോളുടെ ടീച്ചർ വന്ന് പിടിച്ചു തിരിഞ്ഞ് നോക്കി, ഒരു രക്ഷയില്ല. LED വോള് നോക്കി അങ്ങൊരു നിപ്പും കൈയടിച്ചുകൊണ്ടൊരു നിപ്പായിരുന്നു. നെഞ്ച് പൊട്ടിപ്പോയി സത്യം പറഞ്ഞ എൻ്റെ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികളല്ലേ, അങ്ങനെയൊക്കെയാണ്. പിന്നെ കുറെ നേരം LED വോള് നോക്കി ഡാൻസ് കളിക്കാൻ തുടങ്ങി. അപ്പൊ അറ്റ്ലീസ്റ്റ് ഡാൻസ് കളിച്ചല്ലോ എന്നുള്ള ഒരു ആശ്വാസം. പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല, ഡാൻസ് തീർന്നതും തിരിഞ്ഞൊരു നോട്ടം നോക്കി. അപ്പാടാ.
അങ്ങനെ കൊച്ചുബേബിയുടെ തിരിഞ്ഞു നിന്നുള്ള ഡാൻസ് കണ്ട് ആസ്വദിച്ച ശേഷം ഞങ്ങൾ ആ കൊച്ചുബേബിയെ പിക്ക് ചെയ്യാനായിട്ട് ബാക്ക് സ്റ്റേജിലോട്ട് പോയി. അപ്പോൾ ധന്യ ടീച്ചർ എടുത്തു വെച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. തിരിഞ്ഞു നിന്ന് LED വോള് നോക്കി ക്ഷീണിച്ച കൊച്ചുബേബിക്ക് അവർ ഫ്രൂട്ടിയും മഞ്ചും കൊടുത്തു. അതും വാങ്ങിച്ചോണ്ട് ഞങ്ങൾ പോയി. എന്തൊരു പ്രോത്സാഹനമായിരുന്നു അറിയാം, നമ്മൾ ഫുൾ വീട്ടുകാരും. ഓരോ ഡാൻസ് സ്റ്റെപ്പും പുറകെ നടന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച അനു നിരാശയോടാണെങ്കിൽ കൊച്ചുബേബിയെ വളരെയധികം മോട്ടിവേറ്റ് ചെയ്തു. നന്നായി കളിച്ചടാ കൊച്ചുബേബി എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. പപ്പയും അരുൺചേട്ടനും വിദ്യയും എല്ലാവരും കൊച്ചുബേബിയെ കുറെ സ്നേഹമൊക്കെ കൊടുത്തു. നമ്മൾ ഒട്ടും തളർന്നില്ല. ഇനിയും അടുത്ത ആനുവൽ ഡേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇനി തിരിഞ്ഞു നിൽക്കാതെ കളിക്കുമായിരിക്കും പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഇത് അന്നത്തെ ദിവസം രാത്രിയാണ്. നമ്മുടെ നന്ദുവിന് വേണ്ടി കൂട് ചെയ്തോണ്ടിരിക്കുകയായിരുന്നല്ലോ. ബേർഡ്സിന്റെ കേജൊക്കെ ചെയ്ത് ബേർഡ്സിനൊക്കെ അപ്പുറത്തോട്ടാക്കി നന്ദുവിന്റെ കൂട് ഫൈനലി ഫുള്ള് റെഡിയായി കേട്ടോ. അപ്പോൾ നന്ദുവിന് ഇന്ന് ആദ്യമായിട്ട് അവന്റെ സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്. അവന് ഭയങ്കര സന്തോഷമായി. ഇതുവരെ അവൻ ഇന്റർലോക്കിലല്ലേ കിടന്നത്. മണ്ണ് കണ്ടപ്പോഴാണ് നമ്മുടെ ജല്ലിക്കെട്ട് ജിങ്കുട് കുട്ടന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നത് കേട്ടോ. ഭയങ്കര ചാട്ടവും ഭയങ്കര സന്തോഷവും കൊമ്പിട്ട് മണ്ണ് ഇളക്കലും ഒക്കെ ആയിരുന്നു. മാളൂനൊരു കൂടെ അപ്പുറത്ത് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ ജസ്റ്റ് അവളെ ഒന്ന് ഇവിടെ വിട്ടെന്നേ ഉള്ളൂ. ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. നിങ്ങൾ എന്റെ കഴിഞ്ഞ വീക്ക്ലി വ്ളോഗിൽ കണ്ടോണല്ലോ, ഫുഡ് പോയ്സണിങ് വന്ന് അങ്ങ് പെട്ട് തള്ളി ഇരിക്കുമായിരുന്നു ഞാൻ. അതിന്റെ മൂർധന്യാസത്തിൽ ഇരുന്നപ്പോഴാണ് ഈ ആനുവൽ ഡേക്കൊക്കെ പോകുന്നത്. ആനുവൽ ഡേക്ക് പോയിട്ട് വന്ന് അന്നും വൺ സീനായിരുന്നു. വോമിറ്റിംഗ് ഒക്കെ ആയിട്ട് മൊത്തം ക്ഷീണിച്ച് ഒരു പരുവായിരിക്കുമായിരുന്നു. ഇത് നെക്സ്റ്റ് ഡേ എനിക്ക് ഷൂട്ട് ഓർമ്മയുണ്ട് നിങ്ങൾക്ക്, ഒരു പോത്തീസിന്റെ ഷൂട്ട് പറഞ്ഞിട്ട് അന്ന് ക്യാൻസൽ ആയിപ്പോയി എന്നെ കഴിഞ്ഞ വീക്ക്ലി വ്ളോഗിന്. അതിന് ഇപ്രാവശ്യം നമ്മൾ ശരിക്കുമേ ഷൂട്ടിന് പോവാണ്. എനിക്ക് ആക്ച്വലി എണീറ്റ് നിൽക്കാനുള്ള ആരോഗ്യമില്ല. ഞാൻ പോത്തീസിലും പോയി അവിടുത്തെ റെസ്റ്റ് റൂമിൽ വൊമിറ്റ് ചെയ്തായിരുന്നു. എനിക്ക് അത്രയ്ക്കും ഈ ഫുഡ് പോയ്സണിങ് നല്ല പ്രശ്നമായിരുന്നു ഇപ്രാവശ്യം. അപ്പൊ എന്റെ ഫസ്റ്റ് ഷൂട്ട് ഈ ഒരു സാരിയിലായിരുന്നു. ഇതൊക്കെ അവര് തന്നെ സെലക്ട് ചെയ്ത സാരിയാണ്. പോത്തീസിന്റെ സെക്കൻഡ് ഫ്ലോറിൽ ഒരു സ്റ്റിച്ചിങ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തൻഹ എന്നാണ് പുള്ളിക്കാരുടെ പേര്. സൂപ്പറായിട്ട് ബ്ലൗസസ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് തരും കേട്ടോ. അവിടെ എക്സ്പ്രസ് സ്റ്റിച്ചിങ് ഉണ്ട്, 1 അവറിൻ്റെ അകത്ത് ചെയ്ത് തരും. ഇപ്പോൾ പോത്തീസിനകത്ത് തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തിട്ട് അവിടെ തന്നെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനും കൊടുക്കാം. എന്തായാലും ഒരു കിടിലം തോട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ കേട്ടോ. ഇതാണ് തൻഹ. പുള്ളിക്കാരിയുടെ ബ്ലൗസിന്റെ സ്റ്റിച്ചിങ് പറയാൻ വയ്യ കേട്ടോ, ഒരു രക്ഷയില്ല. കിഡിലനായിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് തരുന്നത്. ഞാൻ ഇന്ന് ഈ ഷൂട്ടിനിട്ടിരിക്കുന്ന ഈ 2 ബ്ലൗസും തൻഹ ചെയ്ത് തരുന്നതാണ് കേട്ടോ. പിന്നെ അവിടുത്തെ സ്റ്റാഫ് തന്നെ എനിക്ക് പൂവൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഒരു സ്ലൈഡ് പോലും യൂസ് ചെയ്യാതെ പിന്നെ വെച്ചിട്ടാണ് എനിക്ക് പൂ സെറ്റ് ചെയ്ത് തന്നത്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കാണുന്നത് കേട്ടോ. സ്ലൈഡ് യൂസ് ചെയ്താൽ പിന്നെ വെച്ചിട്ട് ഫ്ലോലെസ് ആയിട്ട് എനിക്ക് ചെയ്തു തന്നു. പൂ ഇൻടാക്റ്റ് ആയിട്ട് ഷൂട്ട് കഴിയണവരെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് ആദ്യത്തെ കോസ്റ്റ്യൂമിനെക്കാട്ടിലും ഇത് ഒന്നുകൂടി എനിക്ക് ഇഷ്ടപ്പെട്ടു. ബ്ലൗസ് ആണെങ്കിലും സാരി ആണെങ്കിലും എൻ്റെ ആക്സസറീസ് ഒക്കെ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പോത്തീസിൻ്റെ സ്റ്റാഫ്സ് ഒക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു എല്ലാ ഹെൽപ്പിനും കേട്ടോ. ആക്ച്വലി ഞാൻ നല്ല വയ്യാണ്ടാണ് നിൽക്കുന്നെങ്കിലും ഇവർ ഒത്തിരി സപ്പോർട്ടീവായിട്ട് കൂടെ നിൽക്കുന്നത് കൊണ്ട് ഷൂട്ടങ്ങ് പോയി. പിന്നെ അർജുൻ ചേട്ടനും കൂടെ ഉണ്ടായിരുന്നു. അതൊരു വലിയ ധൈര്യമായിരുന്നു കേട്ടോ. അതായത് എനിക്ക് ഒരുപാട് പ്രാവശ്യം തോന്നി ഞാൻ അവിടെ എവിടെയെങ്കിലും ബോധം കെട്ട് വീഴും. ആ ഒരു പേടിയുള്ളതുകൊണ്ടാണ് ഞാൻ ചേട്ടനെ കൊണ്ടുപോയത്. എന്തായാലും ഷൂട്ട് അടിപൊളിയായിട്ട് കഴിഞ്ഞു. പിന്നെ ഒരു അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റ് എന്ന് പറഞ്ഞത്, ഞാൻ ഫുൾ ഷൂട്ട് പോത്തീസിലായിരിക്കും എന്നാണ് വിചാരിച്ചത്. അപ്പോഴാണ് പ്രതീക്ഷിക്കാതെ ആറ്റുകാൽ അമ്പലത്തിൽ ഒരു ഷോട്ട് എടുക്കണം എന്ന് പറഞ്ഞു. അർജുൻ ചേട്ടൻ്റെ ഫാൻസാണേ, ചക്കപ്പഴം ഫാൻസ്. എന്തായാലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആറ്റുകാൽ അമ്പലത്തിൽ പോയി. അതെനിക്ക് ഒരു എന്താ പറയുന്നത്, ഒരു ഭയങ്കര സന്തോഷം. ഞാൻ ഇന്നേ വരെ ആറ്റുകാൽ അമ്പലത്തിൽ പോയിട്ട് അവിടെ നാരങ്ങ വിളക്ക് വെച്ചിട്ടില്ല. അപ്പോൾ ഈ ഷൂട്ടിൽ അങ്ങനെ ഒരു ഇത് എടുക്കുന്നുണ്ട്, ഒരു ഷോട്ടുണ്ട് നാരങ്ങ വിളക്ക് വെക്കുന്നതായിട്ട്. അപ്പോൾ ആ ഒരു പേരും പറഞ്ഞ് എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു നാരങ്ങ വിളക്ക് ഈ ദേവിയുടെ മുന്നിൽ വെക്കാൻ പറ്റി. ഇതൊരു വളരെ സന്തോഷം കിട്ടിയൊരു കാര്യം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. എന്തായാലും ഞാൻ പോയി ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ട് നേരെ ഡാൻസ് ക്ലാസ്സിലോട്ടാണ് കയറിയത്. മേക്കപ്പ് ഒന്നും അഴിക്കാൻ നിന്നില്ല. ജസ്റ്റ് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് നേരെ ക്ലാസ്സിലേക്ക് കയറി. ശിവരാത്രി പ്രോഗ്രാമിന് വേണ്ടിയുള്ള പ്രാക്ടീസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എനിക്ക് 2-3 പ്രാക്ടീസ് എനിക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വന്നു ഈ ഹെൽത്ത് ഇഷ്യൂസ് കാരണം. ഇതെനിക്ക് ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റില്ലാത്തതായതുകൊണ്ടാണ് ഷൂട്ട് കഴിഞ്ഞിട്ട് വന്നിട്ടാണെങ്കിലും ക്ലാസ് ഞാൻ എടുത്തത്. വലിയ ആരോഗ്യം ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ കുട്ടികൾ കളിക്കുന്നതുകൊണ്ട് അവർക്ക് കുറച്ചധികം പ്രാക്ടീസ് കിട്ടിയില്ലെങ്കിൽ നേരെ ചൊവ്വേ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ്.
എൻ്റെ റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുട്ടികളുടെ ഡാൻസിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണമായിരുന്നു. ആ ടൈം കൊണ്ട് അർജുൻ ചേട്ടനും ശംഭുവും അനുവും എല്ലാം കൂടെ ചേർന്ന് നമ്മുടെ മാളുവിനെ ഒന്ന് കുളിപ്പിച്ച് ഗ്രൂം ചെയ്തു കേട്ടോ. അപ്പോൾ ഇവൾ ഏകദേശം നമുക്ക് ഷിറ്റ്സുവിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണ പോലെയാണ് മാളുവിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരുന്നത്. കോട്ട് ഇങ്ങനത്തെ ആയതുകൊണ്ട് ബ്രഷ് ചെയ്ത് കൊടുക്കണം, സിറമൊക്കെ അപ്ലൈ ചെയ്ത് അങ്ങനെ. അത് കഴിഞ്ഞിട്ട് ഞാനിത് കണ്ടില്ല, ഒരു കുളിപ്പിക്കുന്ന ഗ്രൂം ചെയ്യുന്നൊന്നും കണ്ടില്ല. പെട്ടെന്ന് മാളുവിനെ ഒരുക്കി സുന്ദരി കുട്ടിയാക്കിയിട്ടാണ് എൻ്റെ റൂമിലേക്ക് കൊണ്ടുവന്നത് കേട്ടോ. ആ സമയം കൊണ്ട് ഞാനിങ്ങനെ വോയിസ് ഓവർ ചെയ്തുകൊണ്ട് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എന്നാലും നല്ല രസമുണ്ട്, ശരിക്കും ഒരു പഞ്ഞിക്കെട്ട് പോലും ഉണ്ട് കേട്ടോ മാളുവിനെ കാണാനായിട്ട്. ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആ സമയം കൊണ്ട് നമ്മുടെ നന്ദുവിൻ്റെ കൂട്ടിൽ ഇതായി ഒരു പെയിൻറ്റും കൂടെ ആഡ് ചെയ്തു. ഒരു തമിഴ്നാട് ഫീൽ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇതും കൂടെ വന്നപ്പോൾ അടിപൊളിയായി. ഇത് നെക്സ്റ്റ് ഡേ ആണ്. ഇന്ന് ശിവരാത്രിയുടെ ദിവസമാണ്. ഞങ്ങളെല്ലാവരും വീടിൻ്റെ മുറ്റം ക്ലീൻ ചെയ്യണം കേട്ടോ. ഇവിടെ ഇത്രയും ദിവസം കൊണ്ട് കൂടിൻ്റെ പണിയൊക്കെ നടക്കുമല്ലായിരുന്നു. അപ്പോൾ കുറേ ചവറും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ഞാനും ആശമ്മയൊക്കെ കൂടെ ഇങ്ങനെ മുറ്റം ഫുൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അർജുൻ ചേട്ടൻ നന്ദുവിനെ കുളിപ്പിക്കുകയാണ്. നന്ദുവും ഈ കൂടിൻ്റെ പണിയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് റെസ്ട്രിക്റ്റ് ആയിട്ടിരുന്നുകൊണ്ട് അവനും കുറച്ച് അഴുക്കൊക്കെ ആയി. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇതെല്ലാം കഴിഞ്ഞ് നല്ല സംഭാരമൊക്കെ കുടിച്ച് ഞാൻ എൻസോടുകൂടെ ഇങ്ങനെ ചില്ല് ചെയ്തിരിക്കുവാണ് കേട്ടോ. നമ്മൾ തന്നെ ക്ലീൻ ചെയ്താൽ നമ്മുടെ സ്ഥലം ആസ്വദിക്കുന്ന ഒരു പ്രത്യേക ഫീലല്ലേ. ഇതന്ന് വൈകിട്ടായി. ഞങ്ങൾ കുളിച്ച് വൃത്തിയായി വിളക്കൊക്കെ വെച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അനു ഒന്ന് ത്രെഡ് ചെയ്യാൻ വേണ്ടി പോയി. ത്രെഡ് ചെയ്ത് വന്നിട്ട് വേണം മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഞങ്ങൾക്ക് ശ്രീകണ്ഠേശ്വരത്ത് പ്രോഗ്രാം പറഞ്ഞിരുന്നത് രാത്രി 10:30-ക്കാണ്. അപ്പോൾ ഞങ്ങളുടെ പ്ലാൻ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ബാക്ക് സ്റ്റേജിൽ ഫോൾ ഇൻ ആവുക എന്നുള്ളതാണ്. അപ്പം പ്രാർത്ഥിച്ച് കഴിഞ്ഞ ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും അനു എത്തി. വന്നപ്പോൾ നമ്മൾ ഡ്രസ്സ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഇത്തവണ അനു എൻ്റെ ഓർണമെന്റ്സ് ഒക്കെ ഇട്ടാണ് ഡാൻസ് കളിക്കാൻ പോകുന്നത്. സോളോ ആണ് പെർഫോം ചെയ്യുന്നത്. ഞാൻ ശ്രീകണ്ഠേശ്വരത്താണ് ആദ്യമായിട്ടൊരു സോളോ പെർഫോമൻസ് ചെയ്യുന്നത്. ഈ സാരിയാണ് അശോക് എനിക്ക് വെഡ്ഡിങ് ഡേക്ക് ഗിഫ്റ്റ് ചെയ്തത്. ഞാൻ അന്ന് തന്നെ ഞാൻ പറഞ്ഞില്ലേ ശിവരാത്രിക്ക് ഇത് കൊടുക്കാമെന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ബ്ലൗസ് നമ്മുടെ പോത്തീസിൽ ഞാൻ എന്തായാലും പരിചയപ്പെട്ടല്ലോ, തൻഹയ്ക്ക് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തത്. സൂപ്പറായിട്ട് എനിക്ക് സ്റ്റിച്ച് ചെയ്ത് തന്നു കേട്ടോ. സാരിയും ഇഷ്ടപ്പെട്ടു, ബ്ലൗസും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളതും കൂടി വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ചേച്ചിയും കൊച്ചേബിയും ട്വിന്നിങ് ആണ് കണ്ടോ. ഇത് അനുവിൻ്റെ അരങ്ങേറ്റത്തിന് വേണ്ടി സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സാണ്. എനിക്ക് തോന്നുന്നു അതിനുശേഷം അനു പിന്നെ ഇപ്പോഴാണ് ഈ ഡ്രസ്സ് ഇടുന്നത്. അന്ന് അതിൻ്റെ കൂടെ മാച്ചിങ് ആയിട്ട് കൊച്ചേബിക്ക് തയ്ച്ച പട്ടുപാവാടയുമാണ് കേട്ടോ അത്. നമ്മുടെ സ്റ്റുഡൻസും പ്രോഗ്രാമിനൊക്കെ റെഡി ആയി കഴിഞ്ഞു. ഞങ്ങൾ കൃത്യം ഒരു 9:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ശ്രീകണ്ഠേശ്വരത്ത് എൻ്റെ ദൈവമേ ജനപ്രളയം എന്ന് തന്നെ പറയാം കേട്ടോ. എന്തുമാത്രം ജനങ്ങളായിരുന്നു അവിടെ. ഭയങ്കര ക്രൗഡായിരുന്നു. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് സ്റ്റേജിലോട്ട് എത്താൻ തന്നെ, ബാക്ക് സ്റ്റേജിൽ എത്താൻ തന്നെ ശരിക്കും കഷ്ടപ്പെട്ടു കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാ മീഡിയക്കാരും ഉണ്ടായിരുന്നു. അപ്പം മൊത്തത്തിലെ തിരക്കായിരുന്നു. എൻ്റെ ഫുഡ് പോയ്സണിങ് ഓൾമോസ്റ്റ് അതിൻ്റെ എൻഡ് സ്റ്റേജിൽ നിൽക്കുകയാണ്. ചെറിയ ചെറിയ ക്ഷീണവും വയ്യായികയും അതിനൊപ്പം കൊച്ചുബേബിക്ക് ഭയങ്കര ഒരു ചുമയും തുടങ്ങി. അങ്ങനെ ഒരു സീനിൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു പ്രോഗ്രാമും കൂടെ വരുന്നത്. എന്തായാലും ഞങ്ങൾക്ക് തന്നിരുന്ന സ്ലോട്ട് 10:30 ആയതുകൊണ്ട് ഞങ്ങളുടെ ഒരു സേഫ്റ്റിക്ക് എല്ലാവരും 10 മണിയായപ്പോൾ തന്നെ ഫോളിനായി ബാക്ക് സ്റ്റേജിൽ എത്തുകയും ചെയ്തു. പക്ഷേ എന്തോ ഒരു കഷ്ടം എന്ന് പറയട്ടെ, 10 മണി തൊട്ട് ഫുള്ള് റെഡിയായി നിൽക്കുന്ന എൻ്റെ കുട്ടികൾ സ്റ്റേജിലേക്ക് കയറുന്നത് 2 മണിയായപ്പോഴാണ് കേട്ടോ, വെളുപ്പിന്. അതൊരു ഭയങ്കര ഒരു എന്തോ പറയുന്ന ഒരു കഷ്ടം തന്നെ ആയിപ്പോയത്. അത് തീരെ ചെറിയ കുട്ടികളൊക്കെ. നോർമലി അമ്പലത്തിൽ നിന്ന് നമുക്കൊരു സ്ലോട്ട് തന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ടൈമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യണം. അതായത് 1 hour തരുന്നെങ്കിൽ 1 hour തന്നെ നമ്മൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാണ്. അവർ ബഹളം വെച്ചെങ്കിലും നമ്മൾ ഇറക്കും അടുത്ത ടീമുകാരെ കയറ്റാനായിട്ട്. അപ്പോൾ നമ്മൾ ഐറ്റം ഒക്കെ അങ്ങനെ പ്ലാൻ ചെയ്യുള്ളേ. പക്ഷെ എവിടെയാണ് പ്രശ്നം പറ്റിയെന്ന് അറിയില്ല. ആരെയും വിളിച്ചിട്ട് ഒരു റെസ്പോൺസ് ഒന്നും ഇല്ലായിരുന്നു. ഫുള്ളായിട്ട് ഞങ്ങൾ അങ്ങ് കൈ ഒഴിഞ്ഞ പോലെ ആയിപ്പോയി. ആരോട് ചോദിച്ചാലും ഒരു റെസ്പോൺസും ഇല്ലായിരുന്നു. പിന്നെ
ഞങ്ങൾക്ക് തൊട്ട് മുന്നേ പെർഫോം ചെയ്യേണ്ടിയിരുന്ന ഒരു ഡാൻസ് സ്കൂളുണ്ട്, സംസ്കൃതി സ്കൂൾ ഓഫ് ഡാൻസ്. അവരോട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തു, ചെറിയ കുട്ടികളാണ്, അവർ ഉറങ്ങി വീഴാറായി, എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ, അവരെ മാത്രം ഒന്ന് പെർഫോം ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവർ വില്ലിങ് ആയത് എന്തൊരു വലിയ ഭാഗ്യം കേട്ടോ. അതുകൊണ്ട് 2 കുട്ടികളെ മാത്രം, 2 ബാച്ച്, ഒരു മോഹിനിയാട്ടം ബാച്ചും ഒരു ഭരതനാട്യം ബാച്ചും, തീരെ ചെറിയ കുട്ടികളായിരുന്നു, അവരെ മാത്രം ഒന്ന് പെട്ടെന്ന് പെർഫോം ചെയ്യിപ്പിച്ച് അങ്ങോട്ട് മാറ്റി. അത് കഴിഞ്ഞിട്ട് ആ സ്കൂൾ ഓഫ് ഡാൻസിൻ്റെ പെർഫോമൻസസ് ആയിരുന്നു. ഈ കുട്ടികളൊന്ന് പെർഫോം ചെയ്യിപ്പിച്ച് ഇറക്കിയപ്പോൾ തന്നെ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. എല്ലാവരും ശരിക്കും മടുത്തുപോയി കേട്ടോ. തീരെ ചെറിയ കുട്ടികളായതുകൊണ്ട് ഒരു ഉറക്കപ്പിച്ചിലൊക്കെ എണീറ്റാണ് പോയി സ്റ്റേജിൽ കയറി ഡാൻസ് കളിച്ചത്. എന്നിട്ട് അവർ അവരുടെ മാക്സിമം അവർ പെർഫോം ചെയ്തു കേട്ടോ. വലിയ കുട്ടികളും എല്ലാവരും, ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഞങ്ങൾ കഴിഞ്ഞ് പെർഫോം ചെയ്യേണ്ടിയിരുന്ന ഒരുപാട് ഡാൻസ് സ്കൂളുകാരൊക്കെ അവിടെ നിന്ന് കുഴഞ്ഞു പോയി. കാരണം ഫുൾ കോസ്റ്റ്യൂമും മേക്കപ്പിലൊക്കെയല്ലേ നിൽക്കുന്നത്. എന്തായാലും എല്ലാവരും ഈ ഭഗവാന്റെ ഫ്രണ്ടിൽ ആ സ്റ്റേജിൽ പെർഫോം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പേരിലാണ് ഇത്രയും വന്ന് നിന്ന് കുഴഞ്ഞവിടെ നിൽക്കേണ്ടി വന്നത്. പിന്നെ ഇതെല്ലാം ഒരു എന്താ പറയുക, മഹാദേവന്റെ ഒരു പരീക്ഷണമായിട്ട് കണ്ട് പെർഫോം ചെയ്തിട്ടാണ് ഓരോരുത്തരും അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഏറ്റവും വലിയൊരു ആശ്വാസം എന്താണെന്നറിയാമോ, സാധാരണ 2-3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ആരും ഉണ്ടാവില്ല, സ്റ്റേജിൽ കുട്ടികൾ മാത്രം കാണും, സൈഡിൽ ടീച്ചറും കാണും. പക്ഷെ ശ്രീകണ്ഠേശ്വരത്ത് അതല്ലായിരുന്നു, ഫുൾ ക്രൗഡഡ് ആയിരുന്നു, ഫുള്ളി പാക്ഡ് ആയിരുന്നു. നമുക്ക് ഈ അർദ്ധരാത്രി 2-2:30-3 മണിയാണെന്നൊന്നും ഫീലേ ചെയ്യില്ലായിരുന്നു, അത്രയ്ക്കും ആൾക്കാരായിരുന്നു അവിടെ കേട്ടോ. അത് മാത്രമുണ്ട് പിന്നെ ഒരു ആശ്വാസം. അല്ലെങ്കിൽ കുട്ടികൾ ഇത്രയും ഒരുങ്ങി വന്ന് ആരുടെയും മുന്നിലല്ലാതെ വെറുതെ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്തതുപോലെ ആയിപ്പോയേനെ. എന്തായാലും ഇത്ര ആൾക്കാർ അവർ ക്ഷമയോടെ നിന്ന് ഈ ഡാൻസൊക്കെ സപ്പോർട്ട് ചെയ്തതിനാണ് ഏറ്റവും വലിയൊരു താങ്ക്സ് പറയേണ്ടത്. കാരണം കുട്ടികൾ മെനക്കെട്ടതിനൊരു റിസൾട്ടാണ്. പിന്നെ അനുവിൻ്റെ സോളോ അടിപൊളിയായിട്ട് ചെയ്തു. ഞാൻ മുന്നേ പറഞ്ഞില്ലേ, ശ്രീകണ്ഠേശ്വരത്താണ് ഞാനും എൻ്റെ ഒരു ഫസ്റ്റ് സോളോ പെർഫോമൻസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് എനിക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റി. പ്രാക്ടീസ് ചെയ്യിപ്പിച്ചതൊക്കെ പോലെ തന്നെ നന്നായി ചെയ്യാൻ പറ്റി അനുവിന്. ഈ ബാച്ചുകാർ അമ്മയുടെ സ്റ്റുഡൻസ് ആണ് കേട്ടോ. ഇവരൊക്കെ ശാസ്ത്രമംഗലത്തെ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പടി ഇറങ്ങുന്നതിന് മുന്നേ ശ്രീകണ്ഠേശ്വരത്തുള്ള എൻ്റെ ചെറിയ 2-3 ഓർമ്മകളൊന്ന് പങ്കുവച്ചിട്ടാണ് ഞാൻ പോയത്. ഇവിടെ നിന്നാണ് ഞങ്ങളൊരു ഫാമിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ അർത്ഥത്തിലും കേട്ടോ. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും എൻ്റെ ഒരു കുഞ്ഞു ഫാമിലി ആണെങ്കിലും, എൻ്റെയും അർജുൻ ചേട്ടൻ്റെയും ഒരു കല്യാണമാണെങ്കിലും, പിന്നെ സുദർശനെയും ഞാനും കൂടെ ഒരുമിച്ചെടുത്ത നിർമ്മാല്യമൊക്കെ ആണെങ്കിലും, ഇതൊക്കെ വളരെ സ്പെഷ്യലായിട്ടാണ് ഞാൻ ഓർക്കുന്നത്. പ്രോഗ്രാം കഴിഞ്ഞ് വന്ന് നമ്മുടെ അമ്പലപ്പുഴയിൽ നിന്ന് തോമ, പാർവതിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അനുവിൻ്റെ സോളോ പെർഫോമൻസ് ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ രാത്രി ജസ്റ്റ് നമ്മുടെ ഡോഗ്സും ഇവരൊക്കെ ആയിട്ട് കുറേ സംസാരിച്ചങ്ങ് സ്പെൻഡ് ചെയ്തു. ഇത് നെക്സ്റ്റ് ഡേ ആണ്. എൻ്റെ മുറ്റത്ത് എന്തോ നിൽക്കുന്നതെന്ന് നോക്കൂ, ജർമ്മൻ ഷെപ്പേർഡ്. കഴിഞ്ഞ വീക്ക്ലി വ്ളോഗിൽ പറഞ്ഞില്ലേ, എനിക്കൊരു ജർമ്മൻ ഷെപ്പേർഡിന് എടുക്കാഞ്ഞിട്ട് അത്രയും കൊതിയായിട്ടിരിക്കുകയായിരുന്നു. അപ്പത്തേക്ക് നോക്കിയപ്പോൾ അതാ ജർമ്മൻ ഷെപ്പേർഡ് എത്തിയിരിക്കുന്നു. അപ്പം നിങ്ങൾ വിചാരിച്ചാണ് ഞാൻ എടുത്തു എന്നല്ലേ? ഞാനും അങ്ങനെ വിചാരിച്ചു. പക്ഷെ ഇത് എനിക്കുള്ളതല്ല, ഇത് അനുജിത്തിനുള്ളതാണ്. അല്പം വിഷമത്തോടെ ആണെങ്കിലും
പട്ടിക്കുട്ടിയെ ഞാൻ അനുജത്തിന് കൊടുക്കാൻ സമ്മതിച്ചു കേട്ടോ. ഇത് ആക്ച്വലി എനിക്ക് പറഞ്ഞിരുന്ന പട്ടിക്കുട്ടിയാണ്. അർജുൻ ചേട്ടനെ ഞാൻ വളരെ സർക്കാസ്റ്റിക്കലി നന്ദിയൊക്കെ പറയുന്ന രംഗമാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ. അർജുൻ ചേട്ടൻ ഞാൻ പറഞ്ഞു, ചേട്ടൻ എന്നെ ഇങ്ങനെ പറ്റിക്കുന്നു ഞാൻ വിചാരിച്ചില്ല, എനിക്ക് വേണ്ടിയാണെന്ന് ഞാൻ വിചാരിച്ചു, അനുജത്തിന് എടുത്ത് കൊടുത്തല്ലോ എന്നൊക്കെ പറഞ്ഞു. എന്തായാലും അതിൻ്റെ വിഷമം തീർക്കാൻ ഞാൻ പെട്ടെന്ന് വന്നിട്ട് ചാർലിയെ ഹാപ്പിയെ കുളിപ്പിച്ച്, എൻ്റെ സങ്കടം തീർക്കണമല്ലോ, പിടിച്ചിട്ട് എല്ലാവരെയും സോപ്പിട്ട് പതപ്പിച്ച് എല്ലാത്തിനെയും ഞാൻ കുളിപ്പിച്ചു. അങ്ങനെ ആ ദിവസം എൻഡ് ചെയ്തു. ഇത് നെക്സ്റ്റ് ഡേ ആണ്. നമുക്ക് നമ്മുടെ യൂഷ്വൽ ക്ലാസ്സസ് ആണ്. എല്ലാ ബാച്ചുകാർക്കും പുതിയ ഡാൻസ് തുടങ്ങാറായി. ജൂനിയേഴ്സിന് ജതിസ്വരം സ്റ്റാർട്ട് ചെയ്തു, സീനിയേഴ്സിനും ജതിസ്വരം സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ നമ്മുടെ മോഹിനിയാട്ടം ബാച്ചുകാരുണ്ട്, അവർക്ക് ഒരു വർണ്ണം സ്റ്റാർട്ട് ചെയ്തു. സുമസായക എന്ന് പറഞ്ഞിട്ടൊരു വർണ്ണം സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമ്മുടെ കുച്ചിപ്പുടി ബാച്ചുകാർക്ക് രുക്മിണി പ്രവേശതരും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എല്ലാ ബാച്ചുകാർക്കും പുതിയ ഡാൻസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് എന്താ പറയുക, ക്ലാസ് കുറച്ച് ഹെവി ആയിരുന്നു. എല്ലാ ബാച്ചുകാർക്കും കൂടെ എത്രയും ഡാൻസ് ചെയ്ത് കാണിച്ചു കൊടുക്കണം എന്നുള്ളത് കൊണ്ട് കുറച്ച് എനിക്ക് സ്ട്രെന്നേഴ്സ് ആയിട്ട് ഫീൽ ചെയ്തു. കാരണം ഫുഡ് പോയ്സണിങ് കഴിഞ്ഞ് ഞാൻ റീകൂപ്പ് ചെയ്ത് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ, ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ബോഡി പെയിൻ ഒക്കെ ആയിട്ട് കുറച്ച് പാടായിരുന്നു. ബട്ട് സ്റ്റിൽ ഈ പഠിപ്പിച്ച ഓരോ ഐറ്റവും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ എനർജി. ഇത് നെക്സ്റ്റ് ഡേ ആണ്. ഇന്ന് കൊച്ചുബേബിയെ സ്കൂളിൽ നിന്ന് നേരെ ഞങ്ങൾ അമ്മാട്ടൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോവാണ് കേട്ടോ. ഇന്ന് അമ്മയുടെ അവിടെ ഒരു ഷൂട്ടുണ്ട്. അത് എന്തായാലും March 8 സ്പെഷ്യലായിട്ടാണ് ആ വീഡിയോ വരാൻ പോകുന്നത്. അമ്മയുടെ ഒരു കോൺസെപ്റ്റാണ് കേട്ടോ. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും കൊച്ചുബേബി ഉറങ്ങിപ്പോയി. മോൾ ഉറക്കി കിടത്തിയിട്ട് ഞാനും അമ്മയും കൂടെ റെഡിയായി. ഒരു ചെറിയൊരു ഒരു ഡാൻസ് വീഡിയോ ആണ് വുമൻസ് ഡേ സ്പെഷ്യലായിട്ട് കേട്ടോ. അപ്പോൾ അമ്മയുടെ ഐഡിയ ആയിരുന്നു ഞാൻ ഒരേ കളർ സാരി ഇങ്ങനെ ഡാൻസ് ഡ്രേപ്പൊക്കെ ചെയ്ത് റെഡി ആവാന്നുള്ളത്. വലിയ പൊട്ട് വെക്കണമെന്ന് അമ്മയ്ക്ക് നിർബന്ധമാട്ടോ. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പിന്നെ സമ്മതിച്ചു, വെച്ചേ പറ്റുള്ളൂ എന്ന് അമ്മ പറഞ്ഞതുകൊണ്ട് വലിയ പൊട്ട് അങ്ങനെ വെച്ചു. അത് കഴിഞ്ഞ് അമ്മയുടെ ഡാൻസ് ക്ലാസ്സിൽ ഫുൾ അമ്മ കേട്ടനൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് റീൽ എടുക്കാൻ വേണ്ടി ഒരു സ്റ്റെപ്പ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ പ്രാക്ടീസ് സെഷനൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയും റെഡിയായി മുകളിലേക്ക് വന്നു. അപ്പോൾ ഈ വുമൻസ് ഡേ സ്പെഷ്യലായിട്ട് ഇറക്കുന്ന ഈ ഡാൻസ് വീഡിയോ നിങ്ങളെല്ലാവരും കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊക്കെയുള്ളത് നിങ്ങൾ കമൻസിലൂടെ ഞങ്ങളടുത്ത് പറയണം. ഇത് ഫുൾ അമ്മയാണ് കൺസീവ് ചെയ്ത് കൊറിയോഗ്രാഫ് ചെയ്തിരിക്കുന്നത്. അമ്മ തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഫുൾ ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് ഇതിൻ്റെ സ്റ്റെപ്പൊക്കെ ചെയ്ത് കൊറിയോഗ്രാഫൊക്കെ ചെയ്ത് ഇത് ഫുൾ എഡിറ്റ് ചെയ്ത് അങ്ങനെ മുഴുവനും അമ്മ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഭയങ്കര പുലിയാണ്. അപ്പോൾ എന്തായാലും എനിക്ക് ആക്ച്വലി അവിടെ ചെന്ന് പഠിക്കാൻ തുടങ്ങുന്നവരെ ഒരു ഐഡിയ ഇല്ല എന്താണ് ചെയ്യാൻ പോകുന്നതെന്നല്ല. സ്പോട്ടിൽ അമ്മ പഠിപ്പിച്ച് നമ്മൾ ഷൂട്ട് ചെയ്ത് പോവായിരുന്നു. ചെയ്ത് വന്നപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു, വളരെയധികം എൻജോയ് ചെയ്തു ആ ഒരു പെർഫോമൻസിൻ്റെ ടൈം മുഴുവനും. നല്ലൊരു സ്റ്റോറിയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണോ എന്നറിയില്ല. ദ മാസ്ക് മാൻ എന്ന് പറഞ്ഞിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളുടെ സ്റ്റോറിയാണ് ഈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡാൻസിൽ അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല ഇങ്ങനത്തെ സ്റ്റോറീസ്. അപ്പം അമ്മയുടെ കൊറിയോഗ്രഫി ആണെങ്കിലും കൊറിയോഗ്രഫി സ്റ്റൈലൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പെർഫോം ചെയ്യാനും വളരെയധികം സന്തോഷം തോന്നി. എന്തൊരു ഗൂസ് ബംസ് തരുന്ന സ്റ്റോറിയാണെന്ന് അറിയാമോ. അമ്മ അത് നറേറ്റ് ചെയ്തപ്പോഴേ എനിക്ക് രോമാഞ്ചം തോന്നി കേട്ടപ്പോഴത്തേക്കും. അത് പെർഫോം ചെയ്തപ്പോൾ അതിനേക്കാളും ഇഷ്ടം വന്നു കേട്ടോ. നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടു നോക്കണേ. അപ്പോൾ ഞങ്ങളുടെ ഷൂട്ട് എനിക്ക് തോന്നുന്നു ഒരു 1 അവറിനകത്ത് എല്ലാം കഴിഞ്ഞു. വന്നപ്പോഴത്തേക്കും ഒരാൾ ഉറക്കം എഴുന്നേറ്റ് അമ്മാട്ടൂനെ കെട്ടിപ്പിടിച്ചങ്ങ് ഇരിക്കുവാണ്. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ കൊച്ചേബി വരുന്നില്ല, അമ്മാട്ടൂൻ്റെ കൂടെ ഇരുന്നോളാം എന്ന് പറഞ്ഞു. ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. നമ്മൾ വീട്ടിലേക്ക് പോയപ്പോൾ ബാംഗ്ലൂരിൽ നിന്നൊരു സർപ്രൈസ് എത്തിയിട്ടുണ്ട്. ആ സർപ്രൈസ് ആ ബാത്റൂമിലിരുന്ന് കുളിക്കുകയാണ്. പിന്നെ വേറൊരു സർപ്രൈസ് എന്ന് വെച്ചാൽ ഞങ്ങളുടെ പൂജക്കുട്ടി പ്രസവിച്ചു. അപ്പോൾ അതൊരു വലിയ സംഭവമാണ് ഇപ്രാവശ്യത്തെ വീക്ക്ലി വ്ളോഗിൽ കേട്ടോ. അപ്പോൾ അതാ ബാംഗ്ലൂരിൻ്റെ സർപ്രൈസ് കുളിച്ച് കഴിഞ്ഞ് വന്നിരിക്കുന്നു. അപ്പോൾ ഇതൊരു ഹാപ്പി വീക്ക്ലി വ്ളോഗാണ്. ഇത്തവണത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരുപാട് ഹൈലൈറ്റ്സ് ഉള്ളൊരു വീഡിയോ ആയിരുന്നു ഇത്തവണത്തേത്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യണം. എനിക്ക് സ്കൂളിലേക്ക് കൊച്ചുബേബി ഡാൻസ് കളിച്ചു എന്ന് പറയണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ അൺഫോർച്യുനേറ്റ്ലി ഡാൻസ് ഒന്നും കളിച്ചില്ല, തിരിഞ്ഞു നിന്നു ഗൈസ്. അപ്പോൾ അതല്ല എൻ്റെ ഏറ്റവും ഫേവറേറ്റ് മൊമെൻ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഏത് പറയും, എനിക്ക് ഡാൻസ് ചെയ്തത് ഇഷ്ടപ്പെട്ടു, അമ്മയായിട്ട് കുഞ്ഞുവാവ വന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു ബാംഗ്ലൂരിൽ നിന്ന്, പിന്നെ എൻ്റെ പൂച്ചക്കുട്ടി പ്രസവിച്ച് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഫുൾ കൺഫ്യൂസ്ഡ് ആണ്. എന്തായാലും നിങ്ങൾ പറയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൊമെന്റ് ഏതാണെന്നുള്ളത് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യൂ. അപ്പോൾ ശരി, ഞാനും കൊച്ചേബിയും ഫർഹാനും ചില്ലിയട്ടെ. ബൈ ഗൈസ്, ലവ് യു സോ മച്ച്.